Every dream celebration deserves a grand entrance, from timeless Rolls-Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. കെ വിശ്വനാഥൻ അനുസ്മരണ സംഘാടന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. മുൻ KPCC പ്രസിഡന്റും 2 തവണ മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ MLAയും ഗുജറാത്ത് ഗവർണറും SNDP യോഗം മുൻ പ്രസിഡന്റുമായിരുന്ന കെ വിശ്വനാഥ് വക്കീലിന്റെ 33ാമത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം മുൻ സ്പീക്കർ VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. വിലപ്പെട്ട പല മഹാപുരുഷന്മാരെയും സംഭാവന ചെയ്തിട്ടുണ്ട്. നാം ഇന്ന് അനുസ്മരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വനാഥ് വക്കീൽ, പ്രിയങ്കരനായ രാഘവൻ വക്കീൽ, അദ്ദേഹം സുലൈമ മാഷ്, GS ദാരാസിംഗ്, KJ ഹർഷൻ, അങ്ങനെ ഒരു വലിയ നിരയെ കേരളം ശ്രദ്ധിച്ചിട്ടുള്ള മാതൃക പൊതുപ്രവർത്തനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള നിരവധി പേരെ സംഭാവന ചെയ്ത മഹാനഗരമാണ് കൊച്ചി. അത് വിശ്വനാഥ് വക്കീൽ കേരളത്തിൽ പ്രവർത്തിച്ചു, ഗുജറാത്തിൽ ഗവർണറായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പല നടപടികൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും സവിശേഷമായ വ്യക്തിത്വം കൊണ്ടും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട നേതാവാണ്. നമുക്കറിയാം, ഞാൻ ആദ്യമായി ഈ അനുസ്മരണ കമ്മിറ്റിയെ കുഞ്ഞച്ചനെ, വേണുഗോപാലിനെ, റഹീമിനെ, അവരുടെ സഹപ്രവർത്തകരെല്ലാം ഹാർദമായി അഭിനന്ദിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടി കുറ്റവാളിയുടെ കുറ്റസമ്മതം പോലെയാണെന്ന് VM സുധീരൻ പറഞ്ഞു. ഭരണഘടനാ സംരക്ഷകരായ കമ്മീഷൻ BJPയുടെ നടത്തിപ്പുകാരും വക്താക്കളുമായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യ രാജ്യത്തിന് അപമാനകരമായ രീതിയിലാണ് കമ്മീഷന്റെ പ്രവർത്തനം. തെരഞ്ഞെടുപ്പ് കമ്മീഷനായി തുടരാൻ അർഹതപ്പെട്ടവരെല്ലാവർ തെല്ലെങ്കിലും നീതിബോധം അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാജിവെക്കുകയാണ് ചെയ്യേണ്ടതെന്നും VM സുധീരൻ പറഞ്ഞു. മുൻ കൗൺസിലർ കെ കുഞ്ഞച്ചൻ അധ്യക്ഷനായി. മുൻ GCDA ചെയർമാൻ N വേണുഗോപാൽ ആമുഖ പ്രസംഗം നടത്തി. K ബാബു MLA, സീനിയർ അഡ്വക്കേറ്റ് NN സുഗുണപാലൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ, മുൻ മേയർ KJ സോഹൻ, രാജലിൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത് കുഞ്ഞ. അപ്പോൾ ഇവരുടെ പേരുകളാണ് വളരെ സാമ്പത്തികമായിട്ട് വളരെ ക്ലേശം അനുഭവിക്കുന്ന ഒരു ഫാമിലി. അവിടെയാണ് ജനിച്ചത്. അദ്ദേഹത്തെ പൂർവ്വകാലം അദ്ദേഹത്തിനെ അനുസ്മരിച്ച് ഒരു ആത്മകഥ എഴുതി പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം 92 മരിക്കാനുള്ളത്. നമുക്ക് കിട്ടിയിട്ടുള്ളത് കയ്യെഴുത്ത് പ്രതിയുടെ അപൂർണ രൂപത്തിലുള്ള കോപ്പിയാണ്. അത് അദ്ദേഹം വിശദമായി പറയുന്നത് കൊച്ചിയിൽ നടന്ന ജീവിതമാണ്. കൊച്ചി എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരി, കേരളത്തിൻ്റെ വ്യവസായ കേന്ദ്രം. അവിടെ വിവിധ തരത്തിലുള്ള ആളുകൾ കാണുന്നു. ചെറുപ്പമാണെങ്കിലും ഇവരായിട്ട് കാണാനുള്ള ഭാഗ്യം വാറിൻ്റെ ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.